ഉയർന്ന ശമ്പളത്തോടുകൂടി മെഡിക്കൽ IT രംഗത്ത് ജോലി നേടിയാലോ? ഇത് മെഡിക്കൽ സ്ക്രൈബിംഗിന്റെ കാലം. മറക്കണ്ട, ലൂമിനിസ്. ഇനി നിങ്ങളെക്കുറിച്ച് നിങ്ങളുടെ ചുമലുകൾ സംസാരിക്കും. സൗത്ത് ഇന്ത്യയിലെ नंबर 1 वॉल कवरिंग कंपनी यारा लग्जरी वॉल कवरिंग एंड मोर। सब लोग देखें ये वीडियो BN Woods शेयर सब करके वीडियो अच्छे से देखना। അങ്ങനെ എല്ലാവരും പാടിപ്പിക്കുമ്പോൾ ദേഷ്യം വരാറുണ്ട്. എന്നെ ഒന്ന് ഫ്രീ ആയിട്ട് വിടൂ. ദേഷ്യമൊന്നുമില്ല, അത്ര ഇതൊന്നുമില്ല. ഫസ്റ്റ് മോൻ ഓഡിഷന് വേണ്ടിയിട്ട് ഈ ഒരു പ്രോഗ്രാമിന് വേണ്ടി പോകുമ്പോൾ അന്ന് ഹൈറ്റിന്റെ പ്രശ്നം എന്തോ സ്റ്റൂളിൽ എന്തോ കയറ്റി നിർത്തി അങ്ങനത്തെ എന്താ സംഭവങ്ങൾ ഉണ്ടായിരുന്നില്ല. ഹൈറ്റിന്റെ കാരണം എന്തുകൊണ്ട് ക്യാമറ ഫോക്കസ് ചെയ്യുന്നുണ്ട്, അതുകൊണ്ട് ക്യാമറ സൂം ഒക്കെ ചെയ്യുമ്പോൾ അതുകൊണ്ട് ഞാൻ ഇത്രയും ഫസ്റ്റ് ഓഡിഷൻ വന്നപ്പോൾ അങ്ങനെയായിരുന്നു. പിന്നെ ഇപ്പൊ ചെയറിൽ കടന്നു, പിന്നെ ചെയറിൽ സ്വർണ്ണ ചെയറിലിരുന്ന് അതാണ് മോന്, അതായത് അന്ന് സ്റ്റാൻഡ് ഇട്ടിട്ട് മോനെ കയറ്റി നിർത്തി ക്യാമറ അങ്ങനെ ഫോക്കസ് ചെയ്യാൻ വേണ്ടി പറഞ്ഞ ആളുടെ മേല് ഇന്ന് എല്ലാ ക്യാമറകളും വന്നിരിക്കുകയാണ്. അതൊരു അച്ചീവ്മെന്റ് അല്ലേ? ഭയങ്കര ഹാപ്പി അല്ലേ ആ കാര്യത്തില്? തെലുങ്കൊക്കെ എങ്ങനെ പഠിച്ച ഇതിന്റെ ഇടയിൽ ഞാൻ ഇതിനു മുന്നേ പഠിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ അങ്ങനെ സ്റ്റേജിൽ പറയാൻ തുടങ്ങി, പിന്നെ അതങ്ങോട്ട് മാറും. പിന്നെ അങ്ങനെ തമിഴിലോട്ട് വന്നു. അങ്ങനെ തമിഴ് പഠിച്ചിട്ട് നേരെ തമിഴ് പോയി, അതും പറഞ്ഞു. നേരെ കൊച്ചിയിലോട്ട് വന്നു. അങ്ങനെ മലയാളം എനിക്ക് പറയാറില്ല, അന്ന് തൊട്ട് എനിക്കറിയാം. പിന്നെ ഇവിടുന്ന് ഹിന്ദിയായി. ഹിന്ദി അയ്യോ എങ്ങനെ ഞാൻ ഹിന്ദി പഠിച്ചു പറയും, അങ്ങനെ പറയുന്ന ഒരു പ്രിയർ ഉണ്ടായിരുന്നു. അങ്ങനെ പഠിച്ച് ഞാൻ ഹിന്ദി ആക്കിയിട്ട് ഇന്നൊരു സാറ് വിളിച്ചിട്ടുണ്ടായിരുന്നു രാത്രിക്ക്. മറ്റേ ക്യാൻസർ ആയിരുന്നു അപ്പോൾ സാറിന്. അപ്പോൾ സാറ് വിളിച്ചപ്പോൾ എനിക്ക് കുറേ സന്തോഷമായി. വയ്യാതിരുന്നപ്പോൾ പെയിനൊക്കെ ആയപ്പോൾ കുറേ നേരം പാട്ടൊക്കെ കേട്ടോണ്ടിരിക്കുമായിരുന്നു. പുള്ളി സന്തോഷമായിരുന്നു. ആ വാക്കുകളാണ് മോന് ഇപ്പൊ കിട്ടിയ അവാർഡിനേക്കാളും ഏറ്റവും മികച്ച അവാർഡ്. ഇനി നമുക്ക് വീട്ടിലേക്ക് കടക്കാം. ഓക്കെ, ആയുർബാദിന്റെ വീട്ടിൽ ആരൊക്കെയുണ്ട്, എവിടെയൊക്കെയാണ്, എങ്ങനെയൊക്കെ, അവരൊക്കെ എന്ത് ചെയ്യുന്നു? വീട്ടില് അച്ഛനും അമ്മയും ചേച്ചിയും ഉണ്ട്. ബാക്കി ഫാമിലി ഒക്കെ കേരളത്തില്, മറ്റേ വേറെ സ്ഥലത്താണ്. അമ്മയുടെ അച്ഛന്റെ സ്ഥലത്ത് ഇടുക്കിയിൽ. അപ്പൊ അവരൊക്കെ അവിടെയാ ഫാമിലി എല്ലാവരും. അപ്പൊ അച്ഛന്റെയും അമ്മയുടെയും ഒക്കെ എല്ലാവരും ഇടുക്കിയിലും കുമളിയിലുമാണ്. മോൻ പോവാറുണ്ടോ? അങ്ങോട്ടൊക്കെ പോവാറുണ്ടോ? പോരൊക്കെ ഉണ്ട് ഇടയ്ക്കിടയ്ക്ക്. എന്താന്ന് വെച്ചാൽ സമയം കിട്ടൂല എനിക്ക്. അങ്ങനെയൊക്കെ പോയിട്ട് പിന്നെ അച്ഛനും അമ്മയും ചേച്ചിയും ഒക്കെ കൂടെ ഉണ്ട്. പിന്നെ അങ്ങനെ നടക്കുന്നു. പുറത്ത് എപ്പോഴും പോകണം. ഇനി ഓണം വരാൻ പോവാ സെപ്റ്റംബർ 15. അപ്പൊ അങ്ങനെയൊക്കെ അടിച്ചു പൊളിക്കണം, എന്ത് ചെയ്യണം എന്നൊക്കെ അന്ന് പ്ലാൻ ചെയ്ത് വെച്ചേക്കാണ് മൊത്തത്തില്. ഇങ്ങനെ കാണുന്നവരൊക്കെ മോനെ കൊണ്ട് ഇപ്പൊ ഞാൻ ചേട്ടൻ പാടിപ്പിച്ചില്ല, ഇപ്പൊ 3 പാട്ടും 4 പാട്ടും കണ്ട് ചേട്ടൻ പാടിപ്പിച്ചു. ഇങ്ങനെ എല്ലാവരും പാടിപ്പിക്കുമ്പോൾ മോന് ദേഷ്യം വരാറുണ്ട്. എന്നെ ഒന്ന് ഫ്രീ ആയിട്ട് വിടൂ എന്ന് തോന്നാറുണ്ടോ? ഇല്ല, എന്ത് പാട്ട് വേണമെങ്കിലും പാടാം, പക്ഷെ ലിറിക്സ് അറിയത്തില്ലെന്നേ ഉള്ളൂ. പക്ഷെ ഏത് പാട്ട് അറിയാമോ ആ പാട്ട് പഠിക്കാൻ എനിക്ക് ദേഷ്യമൊന്നുമില്ല, അത്ര ഒന്നുമില്ല. ഞാൻ ആര് പറഞ്ഞാലും പാടി കൊടുക്കും അല്ലേ? ഈ ലിറിക്സ് ഒക്കെ ഇപ്പൊ നേരത്തെ ഹിന്ദി പാട്ടും ലിറിക്സ് ഒക്കെ എങ്ങനെയാണ് പഠിച്ചത്? പഠിക്കാൻ ഒരു 2 ദിവസം കിട്ടും. അതിൽ നിന്ന് രാത്രി കിടക്കത്തുമില്ല. രാത്രി അങ്ങനെ പഠിപ്പിച്ച് 10 മണിയാവും. അപ്പൊ ഞാൻ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിട്ട് കിടക്കുമ്പോൾ ഒരു ഉറക്കമൊക്കെ വരും. അപ്പം അങ്ങനെ പഠിച്ചിട്ട് വേണം ഉറങ്ങാൻ. അങ്ങനെ ഉറങ്ങുക. അപ്പോൾ രാവിലത്തേക്ക് അത് വൈഹാട്ടാവും. അപ്പം അങ്ങനെ പാടിയിട്ട് കരോക്കെ കൂടെ പിന്നെ പോകും. അങ്ങനെ കരോക്കെ കൂടിയിട്ട് വീണ്ടും കരോക്കെ പോകും. അങ്ങനെ പാടി പിന്നെ ഇതായി ബാൻഡിലായി. പിന്നെ അത് കഴിഞ്ഞിട്ട് ഷൂട്ടിൽ പാടി. ഈ ഫൈനൽ ടൈമിൽ സ്റ്റേജിലേക്ക് കയറി നിൽക്കുമ്പോൾ പേടി ഉണ്ടാവില്ലേ? സ്റ്റേജ് ഫിയറും കാര്യങ്ങളൊന്നും? ഞാൻ ഫൈനലിൽ ജയിക്കുമെന്ന് അറിഞ്ഞില്ല. അതൊക്കെ ഞാൻ വിട്ടപ്പം ഞാൻ പാട്ടിൽ തന്നെ കോൺസെൻട്രേറ്റ് ചെയ്തിട്ട് പിന്നെ അതിൽ പോവാം. അങ്ങനെ ഒരു ഇതിൽ ഓക്കെ. ഇപ്പൊ നമ്മൾ എന്താണ് ഇപ്പൊ പാട്ട് പാടാൻ വന്നു കഴിഞ്ഞാൽ അതാണ് എന്റെ പ്രയോറിറ്റി. വേറെ ഒന്നിനെ പറ്റി ബോധർ ചെയ്യേണ്ട കാര്യമില്ല അല്ലേ? അങ്ങനെ ആ ഒരു ഇതിൽ വന്ന് പാട്ട് പാടി എന്റെ ആ പാട്ട് അടിപൊളിയാക്കും ആ സമയത്ത്. ഇനി വേറെ സംഭവം, ഈ ഞാൻ കേട്ടത് ഓഡിയൻസ് പോളിൽ ഏറ്റവും കൂടുതൽ പോയിന്റ്സ് കിട്ടിയതും വോട്ട് കിട്ടിയതും മോനാ ആയുർഭവനാണ്. അപ്പൊ ഇവിടെ കേരളത്തിൽ അല്ലാണ്ട് മുംബൈയിലൊക്കെ പോയിട്ട് പുറത്തിറങ്ങുന്ന സമയത്ത് ഒരുപാട് പേര്, അത് മലയാളികളൊന്നും അല്ല, വേറെ നാട്ടിലെ ആൾക്കാരൊക്കെ വന്ന് അതൊക്കെ നല്ല രീതിയിൽ എൻജോയ് ചെയ്തായിരുന്നു. കുറെ പേര് പാട്ടൊക്കെ കഴിഞ്ഞിട്ട് പോകാന്നപ്പം കുറെ ഇത് വരുന്നുണ്ടായിരുന്നു. കുറെ ആൾക്കാർ വരുന്നുണ്ടായിരുന്നു, ഫോട്ടോ ഒക്കെ എടുക്കുന്നുണ്ടായിരുന്നു. അതൊക്കെ ഭയങ്കര ഇഷ്ടമായിരുന്നു. പിന്നെ അത് കഴിഞ്ഞിട്ട് ഇന്നൊരു സാറ് വിളിച്ചിട്ടുണ്ടായിരുന്നു രാത്രിക്ക്. മറ്റേ ക്യാൻസർ ആയിരുന്നു അപ്പോൾ സാറിന്. അപ്പോൾ സാറ് വിളിച്ചപ്പോൾ എനിക്ക് കുറേ സന്തോഷമായി. സാറ് ഭയങ്കര ഇതൊക്കെ ആയിരുന്നു. സാറ് വയ്യാതിരുന്നപ്പോൾ പെയിനൊക്കെ ആയപ്പോൾ കുറേ നേരം പാട്ടൊക്കെ കേട്ടോണ്ടിരിക്കുമായിരുന്നു. പുള്ളി സന്തോഷമായിരുന്നു. ഇപ്പോൾ ഒരു കുഴപ്പമൊന്നുമില്ല. ഞാൻ അങ്ങനെ ഒരു നല്ലൊരു ഇതൊക്കെ ആയിട്ട് ഇങ്ങനെയായിട്ട് ഇരിക്കുക. അതും ഒരു എക്സ്പീരിയൻസ് ആണ്. ആ വാക്കുകളാണ് മോന് ഇപ്പൊ കിട്ടിയ അവാർഡിനേക്കാളും ഏറ്റവും മികച്ച അവാർഡ്. ഹാറ്റ്സ് ഓഫ്.
പിന്നെ അത് കഴിഞ്ഞിട്ട് പിന്നെ എനിക്ക് മൊത്തത്തിൽ 8 മെഡൽ മൊത്തത്തിൽ കിട്ടിയിട്ടുണ്ട് അവിടെ നിന്ന് മുംബൈയിൽ നിന്ന്. അപ്പോൾ 8 മെഡൽ, പിന്നെ ഒരു ട്രോഫി, പിന്നെ അവിടെ നിന്ന് ഒന്നും കിട്ടിയിട്ടില്ല. പിന്നെ അവിടെ നിന്ന് പിന്നെ ഹർഷ്ബയുടെ ഒരു ഹർഷ് ലിംബാച്ചിയ ബയ്യല്ലേ അവിടുത്തെ, അപ്പോൾ അവിടുത്തെ ആങ്കറായിരുന്നു. അപ്പോൾ ആ ആങ്കർ ഒരു പാട്ടൊക്കെ ചെയ്യണമെന്നൊക്കെ പറഞ്ഞ് വരച്ചായിരുന്നു. അപ്പം ഞാൻ ആ പാട്ട് റെക്കോർഡ് ചെയ്തിട്ട് അവിടെ നിന്ന് ഇങ്ങോട്ട് വന്നിട്ട് പിന്നെ അവിടെ നിന്ന് നേരെ പോയി. പിന്നെ അങ്ങനെ കുറെ ഗിഫ്റ്റ് ഒക്കെ കിട്ടുന്നുണ്ടായിരിക്കും അല്ലേ? ഇന്ന് എന്നൊരു ഗിഫ്റ്റേ കിട്ടിയിട്ടുള്ളൂ. ഇന്നൊരു ഗിഫ്റ്റേ കിട്ടിയിട്ടുള്ളൂ? ഇന്നൊരു ഗിഫ്റ്റ്. ഇന്നലെ മിനിഞ്ഞാന്ന് കുറെ ദിവസമായിട്ട് ഒരുപാട് ഗിഫ്റ്റ് കിട്ടി കാണൂല്ലേ? അപ്പൊ ഇന്നലെ രാത്രിക്ക് ഒരു ട്രോഫി കിട്ടിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് പുറത്തുനിന്ന് വന്ന ആൾക്കാരാണ്. അപ്പോൾ അവര് 2 ട്രോഫി തന്നു ആൾക്ക്. ഇത് വെൽക്കം ഒക്കെ പറഞ്ഞ് അങ്ങനെ ട്രോഫിയൊക്കെ തന്നു വീട്ടിന്റെ മുമ്പിൽ തന്നെ. അപ്പോൾ അങ്ങനെ ഒരു ഇതൊക്കെ സന്തോഷമാണ്. എനിക്ക് മോന്റെ കാര്യത്തിൽ ഏറ്റവും വലിയൊരു സന്തോഷം തോന്നി. ഞാൻ വീഡിയോസും കാര്യങ്ങളൊക്കെ നോക്കിയ സമയത്ത് അതിനകത്തൊരു കമന്റ് കണ്ടായിരുന്നു. അതായത് ഫസ്റ്റ് മോൻ ഓഡിഷന് വേണ്ടിയിട്ട് ഈ ഒരു പ്രോഗ്രാമിന് വേണ്ടി പോകുമ്പോൾ അന്ന് ഹൈറ്റിന്റെ പ്രശ്നം എന്തോ സ്റ്റൂളിൽ എന്തോ കയറ്റി നിർത്തി അങ്ങനത്തെ എന്താ സംഭവങ്ങൾ ഉണ്ടായിരുന്നില്ലേ? അതെന്തായിരുന്നു ഓഡിഷന് പോയപ്പോൾ എക്സ്പീരിയൻസ് എന്തായിരുന്നു? എന്താന്ന് വെച്ചാ ഞാനന്ന് ഉറങ്ങുമായിരുന്നു. അന്ന് മനസ്സിലായി പറ. അപ്പൊ ഉറങ്ങുന്ന ടൈമില് നിന്റെ പെർഫോമൻസ് ആണെന്ന് പറഞ്ഞു ഇത് കഴിഞ്ഞിട്ട്. അപ്പൊ ഇങ്ങനെ പെർഫോം ആയപ്പോ ഞാൻ എന്നിട്ട് ജാക്കറ്റ് എല്ലാം ഊരി. എന്താന്ന് വെച്ചാൽ ജാക്കറ്റ് ഇട്ടോണ്ടായിരുന്നു. അപ്പൊ അവിടെ ഭയങ്കര തണുപ്പാണ്. അങ്ങനെ ജാക്കറ്റൊക്കെ ഊരി അങ്ങനെ തണുക്കുമായിരുന്നു മൊത്തത്തിൽ. എന്താണെന്ന് വെച്ചാൽ ഞാൻ ഇത്ര ഹാൻഡിലുള്ള ഇതായിട്ടേക്കുന്നത്, ഇതുപോലെയല്ല. ഇങ്ങനത്തെ ഒരു ഇത്ര ഹാൻഡില് ഇവിടെയൊക്കെ ഭയങ്കര ഇത് വരും, ബ്രോമഞ്ചൊക്കെ വരും. അതൊക്കെ ഭയങ്കരമായിട്ട് വന്ന് ഞാൻ അങ്ങനെ നിന്നാ പാടിയത്. അങ്ങനെ സ്റ്റൂളിൽ നിന്നിട്ട് അങ്ങനെ സ്റ്റൂളൊക്കെ എടുത്തോണ്ട് വന്ന് എന്താന്ന് വെച്ചാൽ ഹൈറ്റിന്റെ കാരണം എന്താ ക്യാമറ ഫോക്കസ് ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് ക്യാമറ സൂം ഒക്കെ ചെയ്യുമ്പോൾ അതുകൊണ്ട് ഞാൻ ഇത്രയും ഫസ്റ്റ് ഓഡിഷൻ വന്നപ്പോൾ അങ്ങനെയായിരുന്നു. പിന്നെ ഇപ്പൊ ചെയറിൽ കടന്നു. പിന്നെ സ്വർണ്ണ ചെയറിൽ ഇരുന്ന് അതാണ് മോന്. അതായത് അന്ന് സ്റ്റാൻഡ് ഇട്ടിട്ട് മോനെ കയറ്റി നിർത്തി ക്യാമറ അങ്ങനെ ഫോക്കസ് ചെയ്യാൻ വേണ്ടി പറഞ്ഞ ആളുടെ മേല് ഇന്ന് എല്ലാ ക്യാമറകളും വന്നിരിക്കുകയാണ്. അതൊരു അച്ചീവ്മെന്റ് അല്ലേ? ഭയങ്കര ഹാപ്പി അല്ലേ ആ കാര്യത്തില്? പിന്നെ അങ്ങനത്തെ ഇതൊക്കെ വന്ന് പിന്നെ ഗോൾഡൻ ചെയറിലൊക്കെ നിന്ന് നന്നായിട്ട് പാടി പിന്നെ അവിടെ നിന്ന് ഇങ്ങനെ ഇറങ്ങി. അച്ഛൻ എന്താ ചെയ്യുന്നേ? അമ്മ അച്ഛനൊക്കെ എന്താ ചെയ്യുന്നേ? അമ്മ ഹൗസ് വൈഫ് ആണ്. പിന്നെ അച്ഛൻ KCB വർക്ക് ചെയ്യാണ്, കെ ഫോണില് അങ്ങനെ വർക്ക് ചെയ്യും. എന്നാ ഞാനൊരു വീഡിയോ കാണിച്ചു തരട്ടെ. കുറെ വർഷങ്ങൾക്ക് മുമ്പിലേക്ക് ഞാൻ ആവിർഭാവ് കുട്ടനെ കൊണ്ടുപോകാൻ പോവുകയാണ്. ഓക്കെ, അറിയട്ടെ? ഈ സാധനം ഓർമ്മയുണ്ടോ മോന്? ഓർമ്മയുണ്ടല്ലോ. ഞാൻ ചെറുതായപ്പോ എത്ര വയസ്സുണ്ടായിരുന്ന സമയത്ത്? ഒരു 1 വയസ്സ്. 1 വയസ്സ്? ഒരു 1.5 വയസ്സ്. 1.5 വയസ്സല്ല, 6 മാസം പോകണോ നിനക്ക്? 6 മാസം ഉള്ളപ്പോഴാണ് അടിച്ചു വിടുക. പാടുന്നുണ്ട്. ഓർമ്മ ഈ വീഡിയോസ് ഒക്കെ കാണാറുണ്ടോ? ഇത് ആരെടുത്തതാണ്? ഇത് എങ്ങനെയാണ്? ഇതിന്റെ ചരിത്രം എന്തോന്നാ ഈ വീഡിയോയുടെ? ഈ വീഡിയോ ഞാൻ ഇതിന് മുന്നേ ചേച്ചി പഠിപ്പിക്കാൻ തുടങ്ങിയ അങ്ങനെ പഠിക്കുന്നൊക്കെ പറഞ്ഞ് അങ്ങനെ ഞാൻ ടാറ്റ ബൈ ബൈ പറഞ്ഞിട്ട് പോയി. എന്താന്ന് വെച്ചാൽ സരിഗമ എല്ലാം പഠിക്കുന്ന ടൈമില് മാ പഠിക്കേ, അപ്പൊ ഞാൻ ഇങ്ങനെ നടക്കുക, മാ പഠിക്കേ, അങ്ങനെ ഇങ്ങനെ നടത്തിട്ട് ബൈ ബൈ അങ്ങനെ പോയി. ചേച്ചിയാണോ പഠിപ്പിക്കുന്നത്? ഓക്കെ. വേറെ വീഡിയോ കാണിച്ചു തരാവേ. ഇത് മലയാളം ആണെങ്കിൽ പോട്ടെ, ഇത് നിങ്ങൾ കാണും. തെലുങ്കൊക്കെ എങ്ങനെ പഠിച്ചു? ഇതിന്റെ ഇടയിൽ ഞാൻ ഇതിനു മുന്നേ പഠിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ അങ്ങനെ സ്റ്റേജിൽ പറയാൻ തുടങ്ങി. പിന്നെ അതങ്ങോട്ട് മറന്നു. പിന്നെ അങ്ങനെ തമിഴിലോട്ട് വന്നു. അത് തന്നെ തമിഴ് പഠിച്ചത് കുഞ്ഞു പ്രായത്തില്. അങ്ങനെ തമിഴ് പഠിച്ചിട്ട് നേരെ തമിഴ് പോയി അതും പറഞ്ഞു. പിന്നെ അവിടെ നേരെ അതും പറഞ്ഞ് നേരെ കൊച്ചിയിലോട്ട് വന്നു. അങ്ങനെ മലയാളം എനിക്ക് പറയാറില്ല, അന്ന് തൊട്ട് എനിക്കറിയാം. അങ്ങനെ മലയാളം പറഞ്ഞു അങ്ങനെ നേരെ എന്നിട്ട് പിന്നെ ഇവിടുന്ന് ഹിന്ദിയായി. ഹിന്ദി എപ്പോഴും അയ്യോ ഇതെങ്ങനെ ഞാൻ ഹിന്ദി പഠിച്ചു പറയും അങ്ങനെ പറയുന്ന ഒരു ഫ്രീയിലുണ്ടായിരുന്നു. പിന്നെ ഞാൻ ഹിന്ദിയൊക്കെ പറഞ്ഞു അച്ഛൻ പറയും ഇത് എഴുതിയിട്ട് അങ്ങോട്ട് അയക്കും. അപ്പൊ ഇങ്ങനെ കുറെ നേരം എഴുതും, ഫോണിൽ നോക്കി ഇങ്ങനെ എഴുതും. കുറെ എക്സാം ഒക്കെ പഠിക്കൂല്ലോ, എഴുതിയിട്ട് അങ്ങനെ അടിക്കും, അങ്ങനെ എടുത്ത് കഴിക്കും. അങ്ങനെ അയച്ചിട്ട് കുറെ നേരം അച്ഛൻ നോക്കിയാ വെരി ഗുഡ് ഇത് പഠിക്കുന്നു പറയും. അങ്ങനെ പഠിച്ച് ഞാൻ ഹിന്ദി ആക്കിയിട്ട്. ഹിന്ദി പഠിച്ചപ്പോ മലയാളം മറന്നാ? പക്ഷെ മലയാളം എഴുതാനൊക്കെ വായിക്കാൻ അറിയാം. പക്ഷെ മലയാളം ഇപ്പൊ പറയാൻ തുടങ്ങി. എന്താന്ന് വെച്ചാൽ മലയാളത്തിന്റെ ഇടയ്ക്ക് കൂടെ മലയാളം മനസ്സിലായി. മലയാളത്തിന്റെ ഇതിനു മുന്നേ മലയാളത്തിന്റെ എവിടെയോ
കേറി ഒരു ഹിന്ദി വരുന്നുണ്ട് അങ്ങനെയൊക്കെ മലയാളമൊക്കെ മറന്ന് കുറെ ദിവസം. അപ്പൊ മലയാളമൊക്കെ മറന്നു. പക്ഷേ ഞാൻ ഇത് നോക്കുന്നത് ഇത് മോൻ പഠിക്കുന്നതില്ല, അമ്മയെ തെലുങ്ക് പാട്ട് പഠിപ്പിക്കുന്നതാ. അമ്മ പഠിച്ചോ? തെലുങ്ക് നന്നായിട്ട് പഠിച്ചോ? തെലുങ്ക് അമ്മയ്ക്ക് അറിയാം, കുറച്ച് തെലുങ്ക് തമിഴൊക്കെ അറിയാം, അച്ഛനും അറിയാം, എല്ലാവർക്കും അറിയാം. അതുപോലെ ഹിന്ദിയും പഠിപ്പിച്ചായിരുന്നോ? ഹിന്ദി അമ്മയ്ക്ക് അറിയത്തില്ല. അമ്മ പറയും, അപ്പൊ എല്ലാവരും ചോദിക്കും അതേ ഹിന്ദി അറിയാമെന്ന് ചോദിക്കും. അപ്പൊ പറയും തോടത്തോട. എല്ലാ മലയാളികളുടെ സ്ഥിരം സാധനമാണ് അത്. തമിഴിലാണെങ്കിൽ കൊഞ്ചം, ഹിന്ദിയിലാണെങ്കിൽ തോടാത്തോട, തെലുങ്കിലാണെങ്കിൽ എന്താ വരിക? അതന്നെ കൊഞ്ചാണ് തെലുങ്ക് ആണാ? ഓക്കെ. വേറെ ഏതൊക്കെ ഭാഷ അറിയാമോ മോന്? പിന്നെ നമ്മള് നേരെ ഇംഗ്ലീഷിലോട്ട് പോവാണ്. ഇനിയിപ്പം അടുത്ത മാസം 31 നമ്മൾ പോവാണ് സൗത്ത് ആഫ്രിക്ക പോവാണ്. അതാണ് നേരത്തെ പറഞ്ഞത് ഇംഗ്ലീഷ് പാട്ടൊന്നും ഇവിടെ അല്ല, ഞാൻ അങ്ങ് സൗത്ത് ആഫ്രിക്കയിലെ പോയിട്ടേ പാടുള്ളൂ എന്ന്. അത് ശരി. അപ്പൊ സൗത്ത് ആഫ്രിക്കയിൽ ഞാൻ പോവാ. പിന്നെ അവിടെ എല്ലാം കറങ്ങിയിട്ട് പിന്നെ മറ്റേ അവിടുത്തെ സ്ഥലവും പിന്നെ ദുബായ് അവിടുത്തെ എല്ലാം കറങ്ങാൻ പോകും. ഞാൻ ഇവിടെ കൊച്ചിയിൽ ഇരുന്ന് വെയിലും മഴയും കൊണ്ടിരിക്കുന്നു. 7ാം വയസ്സിൽ പയ്യൻ പോകുന്ന സ്ഥലങ്ങളൊക്കെ കണ്ടോ? അടിപൊളി. ഏറ്റവും ഇഷ്ടമുള്ള സ്ഥലം ഏതാ? ഇതേപോലെ ഇഷ്ടമുള്ള സ്ഥലത്ത് ഇന്ന സ്ഥലത്ത് പോയിട്ട് വലിയ പ്രോഗ്രാം ചെയ്യണമെന്ന് ആഗ്രഹമുള്ളത്? എനിക്ക് ദുബായിൽ പോയി പ്രോഗ്രാം ചെയ്യണമെന്ന് നല്ല ആഗ്രഹമുണ്ട്. അതിപ്പോ സാധിച്ചില്ലേ? ആ, ഡേറ്റ് കൺഫേം അല്ലേ? ഇനി ഫ്ലൈറ്റ് ബുക്ക് ചെയ്താൽ മതി. ഫ്ലൈറ്റ് ബുക്ക് ചെയ്ത് ബാക്കി എല്ലാം സെറ്റാണ്. ഓക്കെ, ശരി. അപ്പൊ ഞാൻ ഇനി കൂടുതൽ മോനെ പിടിച്ചു നിർത്തുന്നില്ല. മോനെ ഇനി കുറെ പരിപാടികളും കാര്യങ്ങളൊക്കെ ഉണ്ട് ഇല്ലേ? ഇത് കഴിഞ്ഞ അടുത്തത് എങ്ങോട്ടാ ഇനി? അത് കഴിഞ്ഞിട്ട് നേരെ മറ്റേ അവിടുത്തെ സ്ഥലം സൗത്ത് ആഫ്രിക്ക കഴിഞ്ഞ പിന്നെ അല്ല, ഇവിടുന്ന് നേരെ എങ്ങോട്ടാ പോണേ ഇനി? ഇനി ഇവിടുന്ന് നേരെ മുംബൈ, വീണ്ടും മുംബൈ. അവിടെ എന്തോ ഷൂട്ട് ചെയ്യാനൊക്കെ ഉണ്ട്. ഇതിന്റെ ഗ്രാൻഡ് ഫിനാലയുടെ സംഭവം അല്ലല്ല, അവിടെ എന്തോ ഹർഷബയുടെ പാട്ടൊക്കെ ഞാൻ പറഞ്ഞില്ലായിരുന്നു, അതിന്റെ ഷൂട്ട്. അത് കഴിഞ്ഞിട്ട് നേരെ പിന്നെ വീണ്ടും മുംബൈ. എന്താന്ന് വെച്ചാൽ ഫ്ലൈറ്റിന്റെ അന്ന് ഫ്ലൈറ്റ് ബുക്ക് ചെയ്തില്ലേ. അപ്പൊ അവിടുന്ന് കൊച്ചിന്ന് മുംബൈ, പിന്നെ അവിടുന്ന് സൗത്ത് ആഫ്രിക്ക, മുംബൈയിൽ നിന്ന് സൗത്ത് ആഫ്രിക്ക, അങ്ങനെ കണക്റ്റിംഗ് ഫ്ലൈറ്റ് ആണ്. ഭയങ്കര ഹാപ്പി അല്ലേ ഇങ്ങനെ ഫ്ലൈറ്റിലൊക്കെ യാത്ര? മറ്റേത് ഇങ്ങനെ അങ്കമാലിയിലല്ലേ മോൻ താമസം? അങ്കമാലി എയർപോർട്ടിന്റെ ഫ്രണ്ടിലൂടെ ഇങ്ങനെ പോകുന്നത്, ഫ്ലൈറ്റിൽ കയറി പോകുമ്പോ എങ്ങനെയുണ്ടായിരുന്നു എക്സ്പീരിയൻസ്? ഫ്ലൈറ്റിൽ കയറിയപ്പോ എനിക്കൊരു ചെവി വേന, അത് ആർക്കും വരാനുണ്ട്. വിൻഡോ സീറ്റ് വരുമ്പോ ഒരു ചെവി വേനൊക്കെ വരും. അപ്പൊ ഇങ്ങനെ പൊത്തി കിടക്കേണ്ടി വരും ഭയങ്കര. എന്നിട്ട് ഫ്ലൈറ്റിൽ ഏതോ കൊച്ചു കഴിയും, പക്ഷെ ഞാന് സംസാരിച്ചപ്പോ ഒന്നും കേട്ടില്ല, ചെവി അടഞ്ഞു പോയി. പിന്നെ ഞാൻ കൊച്ചൊക്കെ കരയുന്നു. ഇതെന്നാ പണി? ഇപ്പൊ ചെവി വേന എടുത്തിട്ട് വിൻഡോ സീറ്റ് പിന്നെ ഇന്നലെ തന്നെ ഇരുന്നു. പിന്നെ അതെല്ലാം മാറി ഇപ്പൊ ഒച്ചത്ത് കേൾക്കുന്നുണ്ട്. ക്ലിയർ ആയിട്ട് കേൾക്കുന്നുണ്ട്. മറ്റേ അടഞ്ഞു പോയി പദ്ധതി, ഫുള്ളായിട്ട് അടഞ്ഞു പോയി കാണും. സാറല്ലേ, എന്തായാലും അടുത്ത പ്രാവശ്യമൊക്കെ പോകുന്ന സമയത്ത് ഒരു ഇയർബഡ് സംഭവം ഉണ്ടോ, അത് വെച്ചിട്ട് ചെവിയിൽ വെച്ചിട്ട് പോയാൽ മതി. അപ്പൊ ഈ പ്രശ്നം ഉണ്ടാവില്ല. ഓക്കെ. വേറൊരു കാര്യം എനിക്ക് ചോദിക്കാനുള്ളത്, എല്ലാത്തിനും ഒരു തുടക്കം ഉണ്ടായിരിക്കും. എല്ലാ പ്രോഗ്രാമിനും ഒരു തുടക്കം, എന്തിനും ഒരു തുടക്കം ഉണ്ടായിരിക്കും. മോന്റെ ലൈഫിലെ ഈ പാട്ടൊക്കെ പഠിപ്പിച്ച് തന്ന ആ ഒരു ഫസ്റ്റ് ഗുരു ആരായിരിക്കും? അത് ആനന്ദ് കാവുമ്പട്ടൻ സാറാണ്, കോഴിക്കോടില്. അതാണ് ഗുരു. പിന്നെ വിളിച്ച് സംസാരിച്ചായിരുന്നു അത് കഴിഞ്ഞിട്ട്? 3 പ്രാവശ്യം വിളിച്ചിട്ടുണ്ടായിരുന്നു സാറ്. അപ്പൊ നന്നായിട്ട് പാടുമ്പോൾ ഉകാരൊക്കെ വെച്ച് പാടണം, അങ്ങനെയൊക്കെ നന്നായിട്ട് പറഞ്ഞു തന്ന് ഗുരുവൊക്കെ എല്ലാം ചെയ്ത് അനുഗ്രഹിച്ചൊക്കെ വിട്ട് സപ്പോർട്ട് ചെയ്ത്. അപ്പൊ അമ്മയും ചേച്ചിയും അപ്പയും എല്ലാവരും സപ്പോർട്ട് ചെയ്ത് എന്നെ ഇതാക്കി. ഓക്കെ. ഇനി ഒരുപാട് പേര് മോൻ ഇഷ്ടപ്പെടുന്നുണ്ട്. ഒരുപാട് പേര് മലയാളത്തിൽ മാത്രമല്ല, തെലുങ്കിലുണ്ട്, ഹിന്ദിയിലുണ്ട്. എല്ലാവർക്കും മാതൃഭവൻ ഫേസ്ബുക്ക് ഒക്കെ എടുത്ത് നോക്കി കഴിഞ്ഞാൽ ഫുൾ സപ്പോർട്ടേഴ്സ് ആണ് മൊത്തം. ഇവരോടൊക്കെ എന്താ പറയാനുള്ളത്? നിങ്ങളെല്ലാവരും ഇങ്ങനെ വോട്ട്സ് ഒക്കെ എല്ലാം ചെയ്തിട്ടും നിങ്ങളൊക്കെ ഇതും എല്ലാം സപ്പോർട്ട് ചെയ്തും അമ്മയും അച്ഛനും ചേച്ചിയും നിങ്ങളും എല്ലാവരും ചെയ്ത് വോട്ടൊക്കെ ചെയ്ത് എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. നിങ്ങളൊക്കെ ഇത്രയും സപ്പോർട്ട് ചെയ്തു, എനിക്ക് ഭയങ്കര സന്തോഷമായി. താങ്ക് യു. ഓക്കേ, സെറ്റ്. ആയുർബാനെ പറ്റി ഞാൻ വേറൊരു കാര്യം കൂടെ കേട്ടേക്കുന്നത്, നല്ലൊരു പാട്ടുകാരൻ മാത്രമല്ല നല്ലൊരു കിഡിലും ഡാൻസറും കൂടെ ആണെന്നാണ്. അല്ലേ? അപ്പോ എനിക്ക് വേണ്ടി ഇവിടെ ഒരു പാട്ടിന് ഡാൻസ് കളിക്കാൻ പറ്റുമോ? ഞാൻ വെല്ലുവിളിക്കുന്നു ആയുർബാനെ. വെല്ലുവിളി ഏറ്റെടുക്കാൻ തയ്യാറാണോ? എന്നാ കളിക്ക്, കാണട്ടെ. എന്തും പോവും. പാട്ടിന് പാട്ട്, ഡാൻസ് 4 ഭാഷകളിലുള്ള കഴിവ് എല്ലാം സെറ്റാണ്. എനിക്ക് വേറൊരു സംഭവം, നല്ല കിടിലൻ ലുക്കിൽ കോസ്റ്റ്യൂം ആയിക്കോട്ടെ, ഫേസ് സംഭവങ്ങളൊക്കെ നല്ല രീതിയിൽ സുന്ദര കുട്ടപ്പനായിട്ട്, ഹെയർ ഇങ്ങനെ തന്നെയാണോ? ഓൾറെഡി ഞാൻ ഉണ്ടാക്കി വെച്ച വിഗ് ഒന്നും അല്ല, ഒറിജിനൽ ഹെയർ തന്നെയാണെന്നാണോ? ഹെയർ സ്റ്റൈലിസ്റ്റ് ആരാ മോന്റെ?
അമ്മയാണോ ഓരോ സ്റ്റൈലൊക്കെ കാണിച്ചു തരുന്നത്? ഈ സ്റ്റൈലൊക്കെ ചെയ്ത് ഇങ്ങനെയൊക്കെ വെക്കും, പിന്നെ പരത്തി വെക്കും. അത് ശരി. എന്റെ ഒക്കെ കുട്ടിക്കാലത്ത് അമ്മയ്ക്ക് ഒരൊറ്റ ഹെയർ സ്റ്റൈൽ അറിയണ്ടായിരുന്നുള്ളൂ, ഇങ്ങനെ ഒരു സാധനം. അതും അമ്മ ഒഴികെ ബാക്കിയല്ല. ഞാൻ കുട്ടിക്കാലത്ത് മറ്റേ 2014 വന്നപ്പം അമ്മ എനിക്ക് മുടി വന്നായിരുന്നു, അപ്പൊ അമ്മ ഇങ്ങനെ പരത്തി കൂട്ടപ്പനാക്കും, അതൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ ഇപ്പോഴും അങ്ങനെ. മോൻ ഇഷ്ടപ്പെട്ട ഹെയർ സ്റ്റൈൽ ഏതാ? എനിക്ക് ഇഷ്ടപ്പെട്ട ഇങ്ങനെ നോക്കുന്നത്, ഇങ്ങനെ ബോക്സ് ടൈപ്പാ, ഇവിടെ ഇങ്ങനെ മുകളിലോട്ട്. ഓക്കെ, അടുത്ത പ്രോഗ്രാമിന് പോകുമ്പോ അമ്മ അത് സെറ്റ് ചെയ്ത് കൊടുക്കണം, അവന്റെ ഒരു ആഗ്രഹമാണ്. ഓക്കെ ശരി. അപ്പൊ എന്തായാലും മോന് കുറെ പാട്ട് പാടാനുള്ള കാര്യങ്ങളും കുറെ സ്റ്റേജസും എല്ലാം കിട്ടി, വലിയൊരു പാട്ടുകാരനാവട്ടെ. അപ്പൊ ലാലേട്ടനൊക്കെ കാണുമ്പോ ലാലേട്ടനൊക്കെ ഇംപ്രസ് ചെയ്തിട്ട് ലാലേട്ടന്റെ ഒരു പാട്ടിലും മോനൊരു അവസരം കിട്ടട്ടെ. ഓക്കെ. അതിനു മുമ്പ് ഇന്നത്തെ എപ്പിസോഡിന്റെ പ്രത്യേകത ഉണ്ട്. എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാനല്ല ഈ ഒരു ഷോ ഇന്ന് ഇവിടെ വൈൻഡപ്പ് ചെയ്യുന്നത്. നമുക്ക് വേണ്ടി ഹിന്ദിയിൽ ഈ ഷോ വൈൻഡപ്പ് ചെയ്യാൻ വേണ്ടി മിസ്റ്റർ ആവിർഭവ് റെഡിയാണ്. റെഡി അല്ലേ? ഞാൻ എങ്ങനെ പറയേണ്ടതെന്ന് പഠിപ്പിച്ചു തരേണ്ട കാര്യമില്ലല്ലോ, കാരണം ഹിന്ദി അവിടെ റിയാലിറ്റി ഷോയിൽ മോൻ ഷോ ആങ്കർ ചെയ്തിട്ടുണ്ടായില്ലേ? അപ്പൊ തുടങ്ങിക്കോ, എന്തൊക്കെയാ പറയേണ്ടതെന്നൊക്കെ ഒരു ഐഡിയ ഉണ്ടാക്കിയിട്ട് പറഞ്ഞു ഹിന്ദിയിൽ. सब लोग देखें ये वीडियो BN Woods और सब लोग देख के शेयर और सबको शेयर करके और सब लाइक करके सब लोग ये वीडियो देखना और अच्छे से शेयर सब करके वीडियो अच्छे से देखना. സൂപ്പർ. ഓക്കേ. ഉയർന്ന ശമ്പളത്തോടുകൂടി മെഡിക്കൽ IT രംഗത്ത് ജോലി നേടിയാലോ? ഇത് മെഡിക്കൽ സ്ക്രൈബിംഗിന്റെ കാലം. മറക്കണ്ട, ലൂമിനസ്. ഇനി നിങ്ങളെക്കുറിച്ച് നിങ്ങളുടെ ചുമലുകൾ സംസാരിക്കും. സൗത്ത് ഇന്ത്യയിലെ നമ്പർ 1 വാൾ കവറിംഗ് കമ്പനി യാര ലക്ഷറി വാൾ കവറിംഗ് ആൻഡ് മോർ.